ചെയ്താൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചക്ക നന്നാക്കി അടുപ്പത്ത് വേവിക്കാൻ വെച്ചതാണ്. നമ്മളെ ചക്ക നല്ലോണം റെഡി ആയിട്ടുണ്ട്. പക്ഷെ അതൊരു മഞ്ഞച്ചക്കയാണ്. ഇത് കണ്ട മഞ്ഞൾപ്പൊടി ഇട്ടാന്ന് കരുതുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടതല്ല കേട്ടോ, നല്ല മൂവാണ്ട ചക്കയാണ് ഇത്. അപ്പോൾ ഇതിവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതിലേക്കുള്ള ചേരുവകളാണ് ഈ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് തേങ്ങയാണ്. എത്രയും ചക്ക ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങ എടുക്കാം. പിന്നെ ഇത് വേപ്പിൻ്റെ ഇലയാണ്. വേപ്പിൻ്റെ ഇല ഞാൻ കുറച്ച് കൂടുതലെടുക്കും. വേപ്പിൻ്റെ ഇല വളരെ നല്ലൊരു ഔഷധം കൂടിയല്ലേ. എല്ലാവരും കടിച്ച് തുപ്പി കളി ഒരിക്കലും ചെയ്യരുത്. കാരണം നമുക്ക് കൊളസ്ട്രോൾ നല്ലതാണ്. അത് തലയിൽ താരമുണ്ടെങ്കിൽ ഇത് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ തലയിൽ തേച്ചാൽ താരം പോകും. അതിനൊക്കെ പറ്റിയൊരു സാധനം. അതുകൊണ്ട് ഇതിൽ അരച്ച് ചേർക്കാൻ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂണ് പിന്നെ കുരുമുളക്, പിന്നെ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക്, കാന്താരി മുളക് ഇട്ടാ, മഞ്ഞൾപ്പൊടി. ഇതാണ് ഇതിൻ്റെ ചേരുവകൾ. ഇത് അരച്ചിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നല്ല ഒരു അടിപൊളി തനി നാടന് തോരനാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ചേരുവകൾ ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ആ ചേരുവകൾ അരച്ചെടുത്തതാണ്. ഇതെന്തോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വാസന ഉണ്ടല്ലോ. ഈ എല്ലാ ചേരുവകളും കൂടി അടങ്ങിയ അരച്ചെടുത്ത് അയരത്തേക്ക് ഇതിൻ്റെ സ്മെല്ല് എടുക്കുന്നുണ്ട്. അത്രയും നല്ല സ്മെല്ലാണ് നമ്മൾ ഈ ഔഷധക്കൂട്ടി ചക്കക്ക്. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ശകലം തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തൈരാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അധികം പാടില്ല. കുറച്ചൊരു നേരെ പുളിയിൽ തോരലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനാണിത്. ഇത് തീ വെന്തപ്പോൾ ഞാൻ പിരിച്ചതാണ്, കുറച്ചതാണ്. ഇത് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കേട്ടോ. കണ്ടില്ലേ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ. നിങ്ങളെല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കി. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. ദഹനക്കുറവുണ്ടാവില്ല, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. കാരണം അതിനാണ് നമ്മൾ ഈ വേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ കൂടുതലായിട്ട് ഇതിൽ തേക്കുന്നത്. എല്ലാതും ചേർത്തിട്ടുള്ള ഒരു ചക്കത്തോരനാണിത് കേട്ടോ. ഞാൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങൾ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് പറയുക, ഫോളോ ചെയ്യുക. ഒരു ചെറിയ ഉപകാരം ആയിക്കോട്ടെ കേട്ടോ. നമുക്കൊന്ന് പാത്രത്തിൽ കിട്ടുമൊക്കെ തോന്നും. എല്ലാവരും ഒന്ന് ഇന്ന് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നിങ്ങളൊക്കെ ഇത് കഴിച്ച് നോക്കി. പക്ഷെ പിന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റുള്ള തനി നാടൻ തോരനാണിത് കേട്ടോ. ചക്ക കൊണ്ടുള്ള